ഹലോ വെൽക്കം ബാക്ക് മംസട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല പഞ്ഞു പോലുള്ള വനീലൻ്റെയും ചോക്ലേറ്റിൻ്റെ ഒക്കെ ഫ്ലേവർ ആയിട്ടുള്ള നല്ലൊരു മാർബിൾ കേക്ക് റെഡിയാക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ മാർബിൾ കേക്ക്. എല്ലാവർക്കും ഇഷ്ടമാവും. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കേക്കിനുള്ള പൊടികളൊന്ന് അരിച്ചെടുക്കാം. 2.5 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പുതിയത് തന്നെ എടുക്കുക. അഥവാ അതിൽ എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിലും ഓപ്പൺ ആക്കിയതിന് ശേഷം ഒരു 2 മാസം യൂസ് ചെയ്താൽ മതി. അല്ലാത്ത ബേക്കിംഗ് പൗഡർ കേക്കിൽ യൂസ് ചെയ്തതിനാൽ കേക്ക് ശരിയാവില്ല. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കാം. ഇനി കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിൽ ബട്ടർ നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൽ കുറച്ച് മൈദ ഇട്ടിട്ട് തട്ടി കൊടുക്കാം. ഇതുപോലുള്ളൊരു പാത്രമാണെങ്കിൽ കേക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും, നല്ല ഭംഗിയുണ്ടാകും കാണാൻ. അഥവാ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് കേക്കിൻ്റെ ഒരു 8 ഇഞ്ചിൻ്റെ ടിന്നെടുത്താൽ മതി. ഇനി ഒരു മിക്സിയുടെ ജാറിൽ റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട, 1 കപ്പ് പഞ്ചസാര, പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള 1 കപ്പ് പാല്, 1/4 കപ്പ് കുക്കിംഗ് ഓയിൽ. കുക്കിംഗ് ഓയിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒലിവ് ഓയിൽ, വെളിച്ചെണ്ണ അങ്ങനത്തെ ഒന്നും ഇതിൽ യൂസ് ചെയ്യരുത്. പിന്നെ വനില പൗഡർ 2 ടീസ്പൂണ്. വനില പൗഡർ ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണ് വനില എസൻസ് ഇതിൽ ചേർത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് അടിച്ചിട്ടെടുക്കാം. നല്ലോണം ഇതൊന്ന് അടിച്ചതിന് ശേഷം ഒരു വലിയൊരു ബൗളിലേക്ക് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ച പൊടി കുറേശ്ശെയായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് പൊടി ചേർത്തിട്ട് ഇതേപോലുള്ള വിസ്ക് കൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. കട്ടൊന്നും കെട്ടാണ്ട് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വേണം ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതേപോലെ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവ് മാറ്റി വെക്കാം. ഞാനിവിടെ കുറച്ച് പോർഷൻ മാത്രമാണ് വനില ചെയ്തത്, ബാക്കി ചോക്ലേറ്റാണ് ചെയ്യുന്നത്. കാരണം കുട്ടികൾക്കൊക്കെ ഇഷ്ടം ചോക്ലേറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ തിരിച്ചിട്ടും ചെയ്യാം. പിന്നെ ചോക്ലേറ്റ് പൗഡർ, കൊക്കോ പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുക. എന്നിട്ട് ഈ വിസ്കോട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. അഥവാ ഇത് നിങ്ങൾക്ക് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ലൈറ്റ് ചൂടുള്ള പാല് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ ടിന്നിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഇത് പതുക്കെ എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ഒഴിച്ചതിന് ശേഷം തട്ടിയിട്ട് നിരപ്പാക്കി എടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച വനില മിക്സില്ലേ, അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഡിസൈൻ ചെയ്യാം. ഇത് ഒരു 150 ഡിഗ്രിയിൽ നേരത്തെ ചൂടാക്കിയിട്ട ഓവനിൽ ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓവന് തുറന്ന് നോക്കിയിട്ട് ഒരു ടൂത്ത് പിക്കോട് കുത്തി നോക്കുക. അഥവാ പറ്റുന്നില്ലെങ്കിൽ അത് കേക്ക് റെഡി ആയിട്ടുണ്ട്. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യാം, മുകളിലും കൂടി തീ കൊടുത്തിട്ട് മേലെ ചെറിയൊരു കളർ മാറുന്നവരെ ഒരു 5 മിനിറ്റ് മേലത്തെ തീ കൊടുത്തിട്ട് ഓവനിൽ തന്നെ വെക്കുക. കൂടുതലാകരുത്, കരിഞ്ഞു പോകും, ശ്രദ്ധിക്കണം.
അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഈ കേക്ക് ഓവൻ ഇല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിൻ്റെ മുകളിലും വെച്ചിട്ട് ചെയ്യാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇതുപോലുള്ളൊരു കേക്കാണ് ഞാൻ ഇപ്രാവശ്യം ചിൽഡ്രൻസ് ഡേക്ക് കുട്ടികളുടെ സ്കൂളിൽ കൊടുത്തയച്ചത്. അവരെ ഫ്രണ്ട്സൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതാണ് എനിക്ക് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്.